വനിതാ ദിനത്തിൽ സാധാരണക്കാരായ മനുഷ്യരുടെ സഹതാപം പൊട്ടിയൊലിക്കാൻ വേണ്ടി മനോരമയും സതീശനും ചേർന്ന് തിരക്കഥ, സംവിധാനം, നിർമ്മാണമെല്ലാം നിർവഹിച്ചുകൊണ്ട് ഒരു സഹതാപം പൊട്ടിയൊലിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിത്രം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. SUCI വ്യാജ ആശ മിനി അഥവാ SUCI ഷാജിർ ഖാൻ്റെ പൊണ്ടാട്ടിയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് പടിക്കലിലെ ഉഡായിപ്പ് സമരത്തെ വനിതാ ദിനത്തിൽ ഒരു പ്രത്യേകതരം ചിത്രം എടുത്ത് ആൾക്കാരുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് വല്ലാത്ത ജനവികാര സൃഷ്ടിക്കുകയാണ് ആ ചിത്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഏതൊരു കൃത്രിമത്വത്തിനോ ഏതൊരു കള്ളത്തിനും ഒരു എവിഡൻസ് അവശേഷിക്കുമെന്ന് പറയുന്നത് എത്ര കൃത്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ചിത്രത്തിൽ തുടങ്ങാം. സതീശൻ പങ്കുവച്ചപ്പോഴാണ് ഈ ദൃശ്യം കാണാനിടയത്. സതീശൻ സോഷ്യൽ മീഡിയയിൽ വികാരം വാരി വിതറിക്കൊണ്ട് മനോരമയുടെ ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. ഇതാണ് ആ കുറിപ്പ്. SUCI ആശമാർ നിരന്ന് കിടക്കുന്ന ചിത്രത്തോടൊപ്പം സതീശൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: കേരളത്തിലെ ഓരോ കുടുംബത്തെയും ചേർത്ത് പിടിച്ച ഒരു തൊഴിൽ മേഖലയെ, അവിടെ അഹോരാത്രം പണിയെടുക്കുന്ന അമ്മമാരെയും സഹോദരിമാരെയും വെയിലത്തും മഴയത്തും നിർത്തിയിട്ട് എന്ത് വനിതാ ദിനം. KB ജയചന്ദ്രൻ പകർത്തിയ വാർത്താ ചിത്രം. പ്ലീസ് നോട്ട്, KB ജയചന്ദ്രൻ പകർത്തിയ വാർത്താ ചിത്രം. അതായത് ഒരു പോസ്റ്റിന് താഴെ ഒരു വ്യക്തിയുടെ ചിത്രത്തിന് ഒരു പ്രത്യേക പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ ഇതിൻ്റെ ആ പെയ്ഡ് പ്രൊമോഷൻ മണക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ചിത്രം പെട്ടെന്ന് കാണുമ്പോൾ SUCIയുടെ വനിതാ ഉഡായിപ്പ് ആശമാർ നിരന്ന് കിടന്ന് ഉറങ്ങുന്ന ആ ദൃശ്യം കാണുമ്പോൾ പാവം തന്നെ, കഷ്ടം തന്നെ, എന്തിനാണ് ഇവരോട് ഇത് കാണിക്കുന്നത് എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടാകണം. അതിനുവേണ്ടി നിരത്തി കിടത്തിക്കൊണ്ട് KB ജയചന്ദ്രൻ എന്ന മനോരമയുടെ ഇടതുവിരുദ്ധ ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്ന അതേ ക്യാമറാമാൻ, അതായത് പിണറായി വിജയൻ്റെ നോട്ടം, പിണറായി വിജയൻ മൈക്ക് പിടിക്കുന്നതെല്ലാം കാത്തു നിൽക്കുന്ന അതേ KB ജയചന്ദ്രനെ ഇവിടെ അങ്ങോട്ടേക്ക് വിട്ടിട്ട് ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, വിരമിക്കൽ ആനുകൂല്യം നൽകുക. ഇതാണ് ആ ഒരു സജഷനായിട്ടുള്ള പ്ലക്കാർഡ് വെച്ചിരിക്കുന്നത്. അതായത് ആൾക്കാർ കരുതുകയാണെങ്കിൽ പാവപ്പെട്ട വയസ്സായ ആൾക്കാർക്ക് വിരമിക്കലിന് കിട്ടേണ്ട ആനുകൂല്യം കിട്ടട്ടെ എന്ന് ചിന്തിക്കണം. അതിനു വേണ്ടിയുള്ള തന്ത്രമാണ്. ആ ചിത്രം പങ്കുവച്ചിട്ട് നമുക്കൊറ്റ നോട്ടത്തിൽ ആ ചിത്രം കാണുമ്പോൾ തോന്നും, അയ്യോ അർദ്ധരാത്രി അവർ തെരുവിൽ കിടന്ന് ഉറങ്ങുകയാണ് എന്ന് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും. ഏകദേശം ആ ചിത്രം അതൊന്ന് ഫോട്ടോഷോപ്പിലൊക്കെ കയറ്റി പുറത്തിറക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അസമയമാണെന്ന് തോന്നും. എന്നാൽ ചില ഉഡായിപ്പുകൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ തെളിവുകൾ അവശേഷിക്കുമെന്ന് പറഞ്ഞത് തുടക്കത്തിൽ അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ MG റോഡിലുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. ഈ ദൃശ്യം കാണുമ്പോൾ ഈ ആശമാരെ വിട്ടിട്ട് നിങ്ങളുടെ കണ്ണൊന്ന് തൊട്ട് ദൂരത്തേക്ക് നോക്കിയേ. ഒരു സൈഡിൽ ഒരു സിഗ്നലിൻ്റെ പച്ച വെളിച്ചം കാണുന്നുണ്ടോ? മറുവശത്ത് അതേപോലെ തന്നെ ചുവന്ന വെളിച്ചവും കാണുന്നുണ്ട്, ഇല്ലയോ? അതായത് സിഗ്നല് ഒരു ട്രാക്കിൽ ഗ്രീനാണ്, മറു ട്രാക്കിൽ റെഡാണ്, ആണല്ലോ അല്ലേ? ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ മറു ട്രാക്കിൽ റെഡാണ്. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് സിഗ്നൽ ഓണായിരിക്കുന്ന സമയമാണ്. തലസ്ഥാനത്ത് തിരക്കേറിയ ദിവസമല്ലാത്ത സന്ദർഭങ്ങളിൽ ഏകദേശം 8 മണി കഴിയുമ്പോൾ സിഗ്നലുകൾ ഓഫാക്കും, ആണല്ലോ അല്ലേ? ആ 8 മണിക്ക് ഓഫാക്കുന്ന സിഗ്നലുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എത്ര മണിക്കായിരിക്കണം ഈ ചിത്രം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക? സെറ്റിട്ടതാണെന്ന് ആരും പറയല്ലേ. അതായത് നേരത്തെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. മനോരമയാണല്ലോ, സെറ്റിടാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ വികാരം സൃഷ്ടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സഹതാപം പൊട്ടി ഒലിപ്പിക്കാൻ വേണ്ടി നേരത്തെ പരമ്പും വിരിച്ച് പുതച്ചു മൂടി കിടന്നോളൂ, ഞങ്ങൾ ഇതിനെ ഫോട്ടോ എടുത്ത് നാളത്തെ വനിതാ ദിനത്തിൽ ക്യാപ്ഷൻ ആക്കാമെന്നുള്ള ഉദ്ദേശശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ KB ജയചന്ദ്രന് സതീശനും സംഘവും പെയ്ഡ് എങ്ങനെ മാസപ്പടി കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ KB ജയചന്ദ്രൻ ആത്മാർത്ഥമായിട്ട് എടുത്തു കൊടുത്തൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ആ ആത്മാർത്ഥതയ്ക്ക് സതീശൻ കൊടുത്തിരിക്കുന്ന ആ ഡെഡിക്കേഷൻ കണ്ടില്ലേ? KB ജയചന്ദ്രൻ പകർത്തിയ വാർത്താ ചിത്രമാണത്രേ. ഇത് ക്യാപ്ഷൻ വായിച്ചതിന് ശേഷം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് കാണുമ്പോൾ അയ്യോ പാവം തന്നെ, SUCക്കാരുടെ ആ കഷ്ടപ്പാട് കണ്ടില്ലേ? അതേ വേദിയിൽ സംഘപരിവാറുകാർക്കൊപ്പം കോൺഗ്രസ്സുകാർ, ലീഗുകാർ, ജമാഅത്ത് ഇസ്ലാമിക്കാർ, സുഡാപ്പികൾ, കേരളത്തിലെ മുള്ളുമുരുക്ക് മൂർഖം പാമ്പുകളെല്ലാം അണിനിരന്ന സമരത്തിൽ മനോരമ വക വനിതാ ദിനത്തിൽ സെറ്റിട്ടെടുത്ത ഫോട്ടോയാണെന്ന് അത് ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധാപൂർവം നോക്കുന്നവർക്ക് മനസ്സിലാകും. അതായത് ഈ മാപ്ര
മാസപ്പടി വാങ്ങിച്ച് 2 സ്മോൾ അടിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് 7:30-8 മണി വാക്കിന് അഭിനേത്രികളായിട്ടുള്ള SUCക്കാരെ നിരത്തിക്കിടത്തി ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് പ്രചരിപ്പിക്കുക. അത് നിങ്ങൾ കരുതിക്കൊള്ളം, അർദ്ധരാത്രി അവിടെ ഈ ക്യാമറാമാൻ കാത്തു നിന്നെടുത്ത ഫോട്ടോയാണെന്ന്. അതൊക്കെ അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ കൃത്രിമമായിട്ട് ആൾക്കാരുടെ ഉള്ളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ, ആൾക്കാരുടെ ഉള്ളിൽ കൃത്രിമ വികാരമുണ്ടാക്കാൻ പല നാടകങ്ങളും നമ്പറുകളും ഇറക്കും. എന്തായിരുന്നാലും ശരി, SUCക്കാർ ഇനി എത്ര ദിവസം അവിടെ കിടന്നാലും ശരി, ഒരു തരത്തിലും ഇവരുടെ ആവശ്യങ്ങൾ വീണ്ടും കേൾക്കേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത ഈ സമരം ഇങ്ങനെ തെരുവിൽ സമരം ചെയ്ത് എത്ര ദിവസം പോകേണ്ടതുണ്ട്? മനോരമയുടെ സെറ്റും സതീശൻ്റെ സഹതാപ വാക്കും കേട്ടിട്ട് ഈ സമരം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുകയോ ഈ സർക്കാരിന് പുറത്തു പോകേണ്ടി വരികയാണെങ്കിൽ അത് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതാണ് അന്തസ് എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ എത്തുക തന്നെയാണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.